നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ 2, 3 വഴുതന തൈയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പച്ച കളറും ഉണ്ട്, ഇതുപോലത്തെ വയലറ്റ് വഴുതനയുണ്ട്. അപ്പോൾ നമ്മൾ വയലറ്റ് വഴുതനയിൽ നോക്കിയപ്പോൾ കുറച്ചൊക്കെ പറിക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് അത് വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ 3, 4 പറിച്ചിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കുറച്ച് നേരം അവിടെ വെക്കുക. കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വരും. ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വഴുതനങ്ങ ഇങ്ങനെ കുഴഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ചട്ടി അടപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഒരു കുഞ്ഞ് സവാള, വളരെ ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. 2, 3 കറിവേപ്പിലയും. ഇനി സവാള നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആ വെള്ളമൊക്കെ കളഞ്ഞു വെച്ച വഴുതനങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പിടേണ്ടി വരില്ല, കാരണം നമ്മൾ ഉപ്പിട്ട് തിരുമ്മി ഓൾറെഡി വെച്ചേക്കണോണ്ട് പിന്നെ നമുക്ക് ഉപ്പിടേണ്ട ആവശ്യം എനിക്കിവിടെ വരാറില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവരണം. അതൊരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ കുഴഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്.